നമുക്കിപ്പോൾ വയനാട്ടിൽ നിന്ന് ജോഷ്ലയുണ്ട് നമ്മളോടൊപ്പം. ജോഷ്ല, അവിടെ എന്താണ് ഈ രാത്രിയിൽ നമുക്ക് അഞ്ചാം ദിനം അവസാനിക്കുമ്പോൾ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച്, അവിടുത്തെ ക്യാമ്പിനെക്കുറിച്ച് ഒക്കെ ഇപ്പോൾ പറയാൻ പറ്റുന്നത്? ഞാനിപ്പോഴുള്ളത് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ്, ദുരിതാശ്വാസ ക്യാമ്പിലാണുള്ളത്. ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം 707 കുടുംബങ്ങൾ ഇപ്പോഴും ഈ ക്യാമ്പിലുണ്ട്. നേരത്തെ അതിലധികം കുടുംബങ്ങളുണ്ടായിരുന്നു. 17 ക്യാമ്പുകളാണ് ഈ ഒരു ചൂരൽമലയുമായി ബന്ധപ്പെട്ട്, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പുതുതായി വയനാട്ടിൽ തുടങ്ങിയിട്ടുള്ളത്. ഈ ക്യാമ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു മാറ്റം, ഈ 5 ദിവസത്തിനുള്ളിൽ ഒരു വലിയ മാറ്റം തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം കണ്ട ക്യാമ്പല്ല ഇന്ന്. കാരണം ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സന്നദ്ധ സംഘടനകളുടെ ആയാലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആയാലും എല്ലാ മനുഷ്യ ജീവനുകളെ പുനരധിവസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടന്നു വരുന്നത് എന്നുള്ളതാണ്. അത് തന്നെ ഏറെ ആശ്വാസകരമാണ്. ഒരു ക്യാമ്പിൽ സമാന മനസ്കരായ ഒരുപാട് ആളുകൾ ഒത്തുചേരുമ്പോൾ തങ്ങളുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കുന്നു. അവർ പിന്നീട് അത് മറക്കുന്നു, സ്വന്തം നാടിനെ കുറിച്ച് പറയുന്നു. അത് പിന്നീട് മാറി മാറി പല വിഷയങ്ങൾ സംസാരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, അത് വളരെ പ്രധാനം തന്നെയാണ്. രണ്ടാമത്തെ ദിവസം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോകുമ്പോഴേക്കും അവരുടെ മനസ്സ് അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു രീതിയിലേക്ക് മാറുന്ന തരത്തിലുള്ള കൗൺസിലിംഗ് അടക്കം ഇവിടെ സംഘടിപ്പിച്ചു വരികയാണ്. അതുതന്നെ വലിയൊരു മാറ്റത്തിലേക്ക്, ഒരിക്കലും ഒരു മനുഷ്യനും താങ്ങാനാവാത്ത അത്രയും വികാരത്തോടുകൂടി ആ ഒരു വലിയ ദുരന്തത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ മൃതശരീരങ്ങൾ കാണാനായി അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായി ഈ മൃതശരീരങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെ ഏറ്റവും, അതായത് മാനസികമായ ഒരു കരളുറപ്പിന്റെ ഒരു ഏറ്റവും വലിയ ഉദാത്ത മാതൃകയായി മാറി എന്നുള്ളതാണ്. അതിലേക്ക് ഇവരെ കൊണ്ടുവരാൻ സന്നദ്ധ പ്രവർത്തകർക്കും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നവർക്കും ഇവരെ ആശ്വസിപ്പിക്കുന്നവർക്കും എല്ലാം സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. കേരളം ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് അവരുടെ കൂടെ ചില സന്നദ്ധ പ്രവർത്തകരും അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളും ഒക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് എന്താണിപ്പോൾ അവരുടെ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാൻ തയ്യാറാണോ? അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? തീർച്ചയായും ലാൽ, നമ്മുടെ കൂടെ ഒരു അതിഥി, അതായത് ഇവിടെ സന്ദർശിക്കാൻ വന്ന ഒരാൾ ഇപ്പോഴുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു അതിഥി തന്നെയാണ്. ഏറെ ആശ്വാസകരമായി ക്യാമ്പിന് മാറിയിട്ടുള്ള ഒരാളാണ്. നമുക്കറിയാം, പടന്ന പഞ്ചായത്ത് മെമ്പർ കൂടിയായ അഭിനേതാവ് കൂടിയായ കുഞ്ഞികൃഷ്ണനാണ്. അദ്ദേഹത്തിൽ പോയിട്ട് നമുക്ക് മറ്റ് സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ആളുകളിലേക്കും പോകാമെന്നാണ് കരുതുന്നത്. അവരോട് നമുക്ക് ഈ ഒരു ഇവിടെ സന്ദർശിച്ചപ്പോഴുണ്ടായ ഒരു മാനസികമായ ഒരു എന്താണ് അനുഭവപ്പെടുന്നത്, ഇത് കണ്ടപ്പോഴുണ്ടായ ഒരു അവസ്ഥ, ക്യാമ്പിൻ്റെ ഒരു അവസ്ഥ അടക്കം ചോദിക്കാം. എന്താണ് ഇവിടെ വന്നപ്പോൾ എന്താണ് തോന്നിയത്? കേരളം വീണ്ടും മാതൃകയാവുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ദുരന്ത ഭൂമിയിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാ മനുഷ്യരും ഒന്നാവുകയാണ്. ഇതുവരെ ജാതിയുടെ വേലിക്കെട്ടുകൾ, മതത്തിൻ്റെ വേലിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. മുഴുവൻ ആളുകളും ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഈ സ്ഥലത്ത് കഴിയുകയാണ്. അതുമാത്രമല്ല, ഇവരെല്ലാം സഹായിക്കാൻ എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും കൈകോർക്കുകയാണ്. ഇവിടുത്തെ ഒരു അവരെ മാനസികമായി, ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള ജീവിതത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാനസികമായി അവരെ ഏറ്റവും നന്നായി സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വം. അതിന് എല്ലാവരും വേറെ മറ്റൊരു ചിന്തകളും ഇല്ലാതെ, അതായത് പുറമെ നിന്ന് കേട്ട ഒരു ക്യാമ്പിൻ്റെ അവസ്ഥയായിരുന്നില്ല ഇപ്പോൾ വരുമ്പോൾ, അതായത് 2 ദിവസം മുൻപേ ഉണ്ടായിരുന്ന ക്യാമ്പിൻ്റെ അവസ്ഥയുമല്ല. എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല. അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പടന്ന പഞ്ചായത്തിൻ്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കുടുംബശ്രീയുടെയും ഹരിതകർമ്മസേനയുടെയും നാട്ടുകാരുടെയും ചെറിയ കുട്ടികളുടെ ഉൾപ്പെടെ സഹായം ഇവിടെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. ബഹുമാനപ്പെട്ട കലക്ടർ അതുപോലെ തന്നെ മന്ത്രി PR കളും അവരത് ഏൽപ്പിച്ചു. അതിനുശേഷം ഈ ക്യാമ്പ് സന്ദർശിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡൻ്റാണ് PV മുഹമ്മദ് അസ്ലം, അദ്ദേഹമുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ളവരുണ്ട്. അവരെല്ലാം കൂടി ഈ ക്യാമ്പിലേക്ക് വന്നത്. ഇവിടുത്തെ അവസ്ഥ വളരെ വിവരണാതീതമാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ വയനാട് ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമ്പുകളായിരുന്നാലും പ്രത്യേകിച്ച് യുവ ചെറുപ്പക്കാരുടെ സേവനമായിരുന്നാലും. ഞങ്ങളിവിടെ സന്ദർശിക്കുമ്പോഴൊക്കെ കാസർഗോഡ് ജില്ലയിലെ പല സന്നദ്ധ പ്രവർത്തകർ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ആഴ്ചകളോളമായി ഇവിടെ സേവനം ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ
ഇവിടെ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഞങ്ങളുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഈ സന്നദ്ധ പ്രവർത്തനം തെളിയിക്കുന്നത്. എന്നാൽ ഇത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇവിടെ നമുക്ക് കാണാം എല്ലാവരും സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതായത് എല്ലാ വളണ്ടിയേഴ്സും രാഷ്ട്രീയ ഭേദമില്ല, ജാതി ഭേദമില്ല, മതഭേദമില്ല എന്ന് പറയാവുന്ന പോലെ മനുഷ്യത്വത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ക്യാമ്പുകളിൽ എന്ത് ആവശ്യമുണ്ടായാലും SPC കേഡറ്റുകളടക്കം NSS വളണ്ടിയർമാരടക്കം എന്ത് ആവശ്യമുണ്ടായാലും അവർക്ക് തുറന്നു പറയാവുന്ന രീതിയിലേക്ക് അഭിമുഖീകരിക്കാവുന്ന രീതിയിലേക്ക് അവരോടൊക്കെ തന്നെ നമുക്ക് എന്ത് കാര്യവും തുറന്നു പറഞ്ഞാൽ സാധിക്കാവുന്ന രീതിയിലേക്ക് മാറുന്ന തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ നമ്മളിപ്പോ ഒരു നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്. അതായത് നമുക്ക് ആ ക്യാമ്പിൽ ദുരിതം അനുഭവിക്കുന്ന ആ നമ്മുടെ സഹോദരങ്ങളിലേക്കല്ല നമ്മളിപ്പോൾ നേരിട്ട് ക്യാമറ കാണിക്കാൻ പോകുന്നത്. അതവിടെ അവരോട് സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇപ്പോൾ അവിടെ എത്തിച്ചേർന്ന, അവരെ കാണാൻ വന്ന, അവരുടെ അതിഥികളായി വന്ന കുഞ്ഞുകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, പടന്നയിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെയുള്ള ആളുകളുണ്ട്, സന്നദ്ധ സേവകരുണ്ട് അവിടെ. അവരോടൊക്കെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കലാണ് നമ്മൾ. അവരിലേക്ക് ക്യാമറ, മറ്റുള്ള ആ ദുരിതം അനുഭവിക്കുന്ന ആളുകളിലേക്ക് നമ്മളിപ്പോൾ ക്യാമറ കൊണ്ടുപോകുന്നില്ല ഈ രാത്രിയിൽ. അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്കൊന്ന് പോകാമോ ജോഷ്ല? ഒരു കാര്യം, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമാണിപ്പോൾ. ഭക്ഷണം കൊടുക്കുന്ന അവിടേക്ക് ക്യാമറ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ നിയമവും. സർക്കാരായാലും മുഖ്യമന്ത്രി ആയാലും പറഞ്ഞിരിക്കുന്നത് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇടപെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവരാണ്. അവരെ നമ്മൾ ഒരു മീഡിയക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതൊരു മോശമായ ഒരു തീർച്ചയായിട്ടും ജോഷ്ല ഇപ്പൊ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകേണ്ടത്.